കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ. കുട്ടികളടക്കമുള്ള നാട്ടുകാരുടെ യാത്ര ജീവൻ കയ്യിൽ പിടിച്ച. കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം നിലച്ചതോടെ നാട്ടുകാർ മറുകര കടക്കുന്നത് കമിയന്തടി കൂട്ടിക്കെട്ടിയ താൽക്കാലിക സംവിധാനത്തിലൂടെ. സിറ്റി വിഷൻ ബ്രേക്കിംഗ്. ഒരു നാട്ടിലെ കുട്ടികളുടെയും പ്രായമായവരുടെയും നൂൽപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രാ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണിത്. കാലൊന്നു വെച്ചാൽ കുത്തിയൊഴുകുന്ന പുഴയിൽ പതിക്കും. ഈ താൽക്കാലിക സംവിധാനവും നാട്ടുകാർ തന്നെ ഒരുക്കിയത്. കാഞ്ചിയാർ കക്കാട്ടുകട തോവരയാർ റൂട്ടിലെ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം നിലച്ചതാണ് നാട്ടുകാരുടെ ഈ ദുരിത യാത്രയ്ക്ക് കാരണം. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഈ ആറിനു കുറുകെ നടപ്പാലത്തിലൂടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് കടന്നു പോകുന്നത്. മഴ ശക്തമാകുമ്പോൾ വലിയ രീതിയിൽ വെള്ളമൊഴുക്കും ഇവിടെ ഉണ്ടാകും. ഇതിനാൽ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുന്നതുവരെ മാതാപിതാക്കൾ ഭീതിയോടെയാണ് വീടുകളിൽ കഴിയുക. പാലം ഭയങ്കരമായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ അപ്പുറത്തോടൊക്കെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇനി ഈ പാലത്തിൽ കൂടെ പോകാനാണെങ്കിൽ ഭയങ്കര പാടും. സ്കൂളിൽ പോകൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വേറൊരു പാലം വേണം. മുമ്പ് ഇവിടെയുണ്ടായിരുന്ന പാലം 2.5 വർഷം മുമ്പാണ് പൊളിച്ചു നീക്കിയത്. MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നു. മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ 13 ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് പാലം പൊളിച്ചത്. അടിത്തട്ടിലെ പണികൾക്കായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുമ്പ് പാറയുടെ സ്ഥാനം സ്ഥിരീകരിച്ചതിനേക്കാൾ 5.5 അടിയിൽ താഴെയാണ് പാറയെന്ന് വ്യക്തമായത്. ഇതോടെ 74 ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ്. പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഡിസൈൻ മാറിയതോടെ എസ്റ്റിമേറ്റ് തുക 1 കോടിയായി ഉയർന്നു. 35 ലക്ഷം ഉപയോഗിച്ച് ഇരുവശങ്ങളിലെയും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾ ഫണ്ടില്ലാതെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതോടെയാണ് നാട്ടുകാർ നടക്കാൻ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. വിഷമിച്ച് പോകാൻ മടിയും കുത്തിയിട്ട് നടക്കുക. അത് തന്നെ പറ്റിയാലും പോകാനില്ല. അതിനുള്ള പാലം 2-3 കൊല്ലമായി പാലം പൊളിച്ചിട്ടില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ വരുന്നുമില്ല. നോക്കാനും പിടിക്കാനും പാടില്ല. വന്ന് കണ്ടുപോടുന്ന പോകുന്നു. ഒരു ചുമതല ആയിട്ട് ആരും ചെയ്തില്ല. ഇപ്പം അങ്ങനെ രീതിയിലാണ്. അതുകൊണ്ട് വല്ല നിർവാഹം ഉണ്ടാക്കി തരണം എത്രയും വേണം. കാലാവസ്ഥയിലടക്കം പ്രവചനാതീതമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത് അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ച് വലിയ അപകടം ഉണ്ടാകുന്നതിനു മുമ്പ് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തോവരയാർ പള്ളി വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട് ആവശ്യപ്പെട്ടു. മലവെള്ളപ്പാച്ചിൽ അതിൻ്റെല്ലാം ഫലമായി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതായി പാലം ഏത് സമയത്തും അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്. അതിലെയുള്ള സഞ്ചാരം ജീവന് ഭീഷണിയാണ്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അധികാരികൾ ഇവിടെ സഞ്ചാരയോഗ്യമായ ഒരു തടിപ്പാലത്തിന് പകരം ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും മുതിർന്നവർക്കും സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന്, സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്ന് ഈ നാടിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അടിയന്തരമായി ഇടപെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും യാത്രാക്ലേശത്തിന് പരിഹാരം ഉണ്ടാക്കി നൽകണമെന്നതാണ് നാട്ടുകാരുടെയും ആവശ്യം. അതിനായി അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് ഇവിടെയുള്ളവർ. സിറ്റി വിഷൻ, കട്ടപ്പന.